എല്ലാവർക്കും നമസ്കാരം. സാധാരണ നമ്മൾ ആത്മീയതയിലേക്ക് വരുന്നത് എന്തെങ്കിലും കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്. കൂടുതൽ സമാധാനം കിട്ടാൻ, കൂടുതൽ സന്തോഷം കിട്ടാൻ. പക്ഷെ വേദാന്തം പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ആത്മീയത എന്നാൽ എന്തെങ്കിലും കൂടുതൽ കിട്ടുന്നതല്ല, മറിച്ച് സ്വാതന്ത്ര്യമാണ്, ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനമാണ്. യഥാർത്ഥ ആത്മീയത പൂർണ്ണമായ ആന്തരിക സ്വാതന്ത്ര്യമാണ്. ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വേദാന്ത സത്യങ്ങളെ ആഴത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വേദാന്തം നൽകുന്ന 5 സമ്മാനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആത്മീയ ജീവിതത്തിലെ 5 അനുഗ്രഹങ്ങൾ. എല്ലാവർക്കും സിമ്പിൾ സ്പിരിച്വാലിറ്റി എന്ന ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. പുരാതന ഭാരതത്തിലെ വേദാന്ത ദർശനങ്ങളെ ലളിതമായി പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണിത്. വേദാന്തയുടെ ആഴത്തിലുള്ള സത്യങ്ങളെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി ഇവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. വരൂ, ഈ ആത്മീയ യാത്ര നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം. സാധാരണയായി നമ്മൾ എന്ത് കാര്യം പുതിയതായി തുടങ്ങുമ്പോഴും നമുക്ക് ഇതിൽ നിന്ന് എന്ത് ലഭിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. വളരെ സ്വാഭാവികമായ ഒരു ചിന്തയാണത്. ആത്മീയ ജീവിതത്തിന്റെ കാര്യത്തിലും അത് വ്യത്യസ്തമല്ല. ഇനി പറയുന്ന 5 കാര്യങ്ങളാണ് ഒരു ആത്മീയ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അത്ഭുതം എന്ന് പറയട്ടെ, ഇതെല്ലാതും ആരംഭിക്കുന്നത് ആ എന്ന വാക്കിൽ നിന്നാണ്. മലയാളത്തിലെ ആദ്യത്തെ അക്ഷരമായ ആ എന്ന വാക്കിൽ നിന്ന്. അത് ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യം അഭയം, ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ഫ്രം ഫിയർ. അടുത്തത് അസംഗത്വം, ഫ്രീഡം ഫ്രം അറ്റാച്ച്മെന്റ്, ആസക്തികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അറ്റാച്ച്മെന്റുകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. മൂന്നാമതായി അഹിംസ, ഫ്രീഡം ഫ്രം വയലൻസ്, ഹിംസ പ്രവൃത്തികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. 4 അദ്വയം, ഫ്രീഡം ഫ്രം ഡുവാലിറ്റി, ദ്വന്ദ്വങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഞാൻ നീ എന്നീ വേർതിരിവുകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അവസാനമായി ആനന്ദം, ഫ്രീഡം ഫ്രം സോറോ, ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ശാശ്വതമായ സന്തോഷം. പ്രിയമുള്ളവരെ, ലോകത്തിലെ ഒരു ജീവിത രീതിക്കും ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കാൻ കഴിയില്ല. അത് എത്ര വലിയ, എത്ര ഉയരത്തിലുള്ള ഭൗതികമായ ലൗകികമായ നേട്ടങ്ങൾ കൊണ്ടും നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കില്ല. എന്നാൽ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യങ്ങളാണിവ. നമുക്ക് ഇവ ഓരോന്നും ഒരു അല്പം വിശദമായി പരിചയപ്പെടാം. ആദ്യമായി അഭയം, ഭയമില്ലാത്ത ഒരു ജീവിതം, ഫ്രീഡം ഫ്രം ഫിയർ. ഒരു ആത്മീയ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് ആദ്യം ലഭിക്കുന്നത് ഭയമില്ലാത്ത ഒരു ജീവിതമാണ്. സത്യത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഭയമാണ് നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നതും നമ്മുടെ മനസ്സിനെ ആകുലപ്പെടുത്തുന്നതും. എനിക്ക് നേടിയത് നഷ്ടപ്പെടുമോ എന്ന ഭയം, നേടാൻ കഴിയുമോ എന്ന ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം, ജീവിതത്തെക്കുറിച്ചുള്ള ഭയം, മരണത്തെക്കുറിച്ചുള്ള ഭയം, അങ്ങനെ ഈ ലിസ്റ്റ് നീണ്ടുകൊണ്ടേയിരിക്കുന്നു. വേദാന്തം പറയുന്നു, ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ മനസ്സ് മാത്രമാണ് എന്ന് കരുതി ജീവിക്കുന്നിടത്തോളം കാലം ഈ ഭയം നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. വേദാന്ത ജ്ഞാനത്തിലൂടെ ഞാൻ മനസ്സല്ല, ഞാൻ ശരീരമല്ല, മറിച്ച് ഇത് രണ്ടിനെയും അറിയുന്ന ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ഭയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സാവധാനം അകന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നല്ല. പ്രശ്നങ്ങൾ തീർച്ചയായും ഉണ്ടാകും, വെല്ലുവിളികൾ ഉണ്ടാകും, പക്ഷേ ഭയം നിങ്ങളെ കീഴ്പ്പെടുത്തുകയില്ല. അതാണ് അഭയം. അടുത്തതായി അസംഗത്വം, ആസക്തികളിൽ നിന്നുള്ള, ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനമാണിത്. പ്രിയമുള്ളവരെ, ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് സംഗം തെക്ത്വ, ഫ്രീ ഫ്രം അറ്റാച്ച്മെന്റ്. നമ്മുടെ സന്തോഷം ബാഹ്യ വസ്തുക്കളിലോ ആളുകളിലോ സാഹചര്യങ്ങളിലോ ആണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന തെറ്റിദ്ധാരണയും അത് നേടാൻ വേണ്ടി നമ്മുടെ പരിശ്രമവുമാണ് ഇവിടെ പ്രശ്നം. വേദാന്തം ഒരിക്കലും ഇതെല്ലാം ഉപേക്ഷിക്കണം എന്നല്ല പറയുന്നത്, മറിച്ച് അതിനോടുള്ള ആസക്തി ഉപേക്ഷിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഇത് നമ്മളെ സംഘങ്ങളിൽ നിന്ന് മുക്തമായി ജീവിക്കാൻ സഹായിക്കുന്നു. ഇത് ഒരു ആന്തരിക സ്വാതന്ത്ര്യമാണ്, അല്ലാതെ ജീവിതം നിഷേധിക്കലല്ല. അടുത്തതായി അഹിംസ, ഫ്രീഡം ഫ്രം വയലൻസ്, ഹിംസ പ്രവൃത്തികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹിംസ എന്ന് പറയുമ്പോൾ ശാരീരികമായ ഹിംസയല്ല, മറിച്ച് നമ്മുടെ ദേഷ്യം, മനസ്സിലെ വൈരാഗ്യം, ശത്രുത, അശാന്തമായ മനസ്സ്, മറ്റുള്ളവരോടുള്ള മോശമായ പെരുമാറ്റം എല്ലാം ഹിംസകളാണ്. ഇതെല്ലാം താമസികമായ ഒരു മനസ്സിന്റെ അല്ലെങ്കിൽ അശാന്തമായ ഒരു മനസ്സിന്റെ സൃഷ്ടികളാണ്.
വേദാന്തം പറയുന്നു, മനസ്സ് സുരക്ഷിതത്വമില്ലായ്മ, ഭയം, മറ്റുള്ള വസ്തുക്കളോടുള്ള ആസക്തി, ഇതെല്ലാമാണ് നമ്മളെ ഹിംസ പ്രവർത്തികളിലേക്ക് നയിക്കുന്നത്. വേദാന്ത ജ്ഞാനത്തിലൂടെ ശാന്തമായ ഒരു മനസ്സ് നമ്മൾക്ക് ലഭിക്കുകയും ഹിംസ പ്രവൃത്തികൾ ഒരിക്കലും ഒരു ശാന്തമായ മനസ്സിൽ ഉടലെടുക്കുകയില്ല. അടുത്തതായി അദ്വയം, ഫ്രീഡം ഫ്രം ഡുവാലിറ്റി, ദ്വന്ദ്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇന്ന് ലോകത്തിലെ പല സംഘർഷങ്ങൾക്കും കാരണം ദ്വന്ദ്വമായ ചിന്തകൾ അല്ലെങ്കിൽ വേർതിരിച്ചുള്ള ചിന്തകളാണ്. ഞാൻ, നീ, എന്റെ വിശ്വാസം, നിന്റെ വിശ്വാസം, എന്റെ ദൈവം, നിന്റെ ദൈവം, അങ്ങനെയുള്ള വേർതിരിവുകൾ സംഘർഷങ്ങളിൽ കലാശിക്കുന്നു. ഇവിടെയാണ് സുഹൃത്തുക്കളെ വേദാന്ത തത്വങ്ങളുടെ പ്രാധാന്യം. പുറത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും ബാഹ്യമായി വ്യത്യസ്തരാണെങ്കിലും നമ്മൾ എല്ലാവരും ശാശ്വതമായ ഒരു സത്യത്തിന്റെ പ്രതിഫലനമാണ്. ഈ ചിന്ത ജാതി, മത, വർഗ, ലിംഗ, വർണ്ണ ഭേദമന്യേ നമ്മളെല്ലാം ഒരു സത്യത്തിന്റെ പ്രതിഫലനമാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. വേദാന്തത്തിന്റെ ജ്ഞാനം ഈ നമ്മളുടെ കാഴ്ചപ്പാടുകളെ മാറ്റുന്നു. കാഴ്ചപ്പാടുകൾ മാറുമ്പോൾ തീർച്ചയായിട്ടും സംഘർഷങ്ങൾ കുറയുന്നു. നമ്മൾ എല്ലാവരും തുല്യരാണ് അല്ലെങ്കിൽ ഏക സത്യത്തിന്റെ പ്രതിഫലനമാണെന്ന് സത്യം നമ്മൾ തിരിച്ചറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ ശാന്തവും ഏകത്വവും സംഭവിക്കുന്നു. അവസാനമായി ആനന്ദം. സാധാരണ സന്തോഷം സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സാഹചര്യങ്ങൾ മാറുമ്പോൾ ദുഃഖവും വരുന്നു. എന്നാൽ വേദാന്തം കാണിച്ചു തരുന്നത് സാഹചര്യങ്ങളെ അല്ലെങ്കിൽ ഒന്നിനെയും ആശ്രയിക്കാത്ത ഒരു ആനന്ദമാണ്. ആത്മജ്ഞാനത്തിലൂടെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ആണ് ഈ സന്തോഷത്തിന്റെ ഉറവിടം അല്ലെങ്കിൽ ഞാനാണ് സന്തോഷം, ഞാൻ സന്തോഷം തേടുന്ന ഒരാളല്ല എന്ന് തിരിച്ചറിവുണ്ടാകുന്നു. ഞാൻ പൂർണ്ണനാണെന്ന് ബോധ്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, ആത്മീയത നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ പ്രത്യേകമായ ഒരാളാക്കുകയോ അല്ല ചെയ്യുന്നത്, മറിച്ച് നിങ്ങളെ സ്വതന്ത്രനാക്കുകയാണ് ചെയ്യുന്നത്. ഒരു നിമിഷം നിങ്ങൾ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഭയത്തിൽ നിന്ന്, ആസക്തികളിൽ നിന്ന്, അറ്റാച്ച്മെന്റുകളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന്, ഹിംസ പ്രവൃത്തികളിൽ നിന്ന്, അശാന്തമായ മനസ്സിൽ നിന്ന്, ഞാൻ, നീ എന്ന വേർതിരിവിൽ നിന്ന്, സംഘർഷങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു അവസ്ഥ. ബാഹ്യമായ ലോകവും നിങ്ങളുടെ ജീവിതവും ഒരിക്കലും മാറുന്നില്ല. പക്ഷേ അതിനെ നോക്കിക്കാണുന്ന നിങ്ങൾ ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് വരുന്നു. അതാണ് വേദാന്ത ജീവിതം നിങ്ങൾക്ക് നൽകുന്നത്. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.